ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുണ്ടാ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. ഗുണ്ടയ്ക്ക് പകരം ജവാൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് മന്ത്രി. അവർ തനിക്കെതിരെ വന്നത് മദ്യപിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും മന്ത്രി. സംസ്ഥാന സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടമായെന്നും ആരോഗ്യമേഖല അഴിമതിയുടെ കൂത്തരങ്ങായെന്നും VK ശ്രീകണ്ഠൻ MP. സർക്കാർ ആശുപത്രികൾ വെറും നോക്കുകുത്തികളായി. സ്വകാര്യ ആശുപത്രി ലോബിയും സംസ്ഥാന സർക്കാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്നും VK ശ്രീകണ്ഠൻ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മെഡിക്കൽ കോളേജിന് മുന്നിൽ കോൺഗ്രസ് ധർണ. ആശിർ നന്ദയുടെ മരണം. നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. FIR-ൽ ഗുരുതര വീഴ്ചയെന്ന് KSU നേതാക്കൾ. വിദ്യാർത്ഥിനിയുടെ മരണം സംബന്ധിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യം. സംസ്ഥാന സർക്കാരിനെതിരെ സമരങ്ങളുമായി പാലക്കാട് നഗരം. പ്രതിഷേധ സമരവുമായി CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും. കരിദിനം ആചരിച്ച് പെൻഷനേഴ്സ് അസോസിയേഷൻ. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട NGOയെ ആനുകൂല്യ നിഷേധം ആരോപിച്ച് NGO പെൻഷനേഴ്സ് സംഘ് പ്രതിഷേധം. കേന്ദ്ര സർക്കാർ കേരള ജനതയുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പ്രൊജക്ട് എംപ്ലോയീസ് യൂണിയൻ ധർണ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും വികസനവുമായി ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇച്ഛാശക്തി കൊണ്ടെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ. 5 വിളക്കിന് സമീപം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU വനിതാ സംഗമം. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് ഇനി സുഖചികിത്സാക്കാലം. ചികിത്സ ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്. ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സയിലുള്ളത് ലോക വെറ്ററിനറി ഭൂപടത്തിൽ ഇടം പിടിച്ച ചികിത്സാക്രമം. വാർത്തകൾ വിശദമായി. ഗുണ്ടാ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. ഗുണ്ടയ്ക്ക് പകരം ജവാൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് മന്ത്രി ചോദിച്ചു. മദ്യപിച്ചാണ് തനിക്കെതിരെ അവർ വന്നത്. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. തനിക്കെതിരെ വന്നവർ സാമൂഹ്യ വിരുദ്ധരാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ ആളുകളുടെ രാവിലത്തെ സ്വഭാവം ജവാനാണ്. ഗുണ്ടയ്ക്ക് പകരം ജവാനാണെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് മന്ത്രി ചോദിച്ചു. പ്രവർത്തനം കൊടുക്കുന്ന ആളുകളാണെന്ന് റിപ്പോർട്ട് എനിക്കുണ്ട്. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് രാവിലെ തന്നെ മദ്യപിച്ചിട്ടാണ് പോലീസ് അത് പരിശോധിക്കട്ടെന്നുള്ള സ്റ്റാൻഡ് ഞാൻ എടുത്തത്. പ്രതിപക്ഷ നേതാവ് വീണ്ടും മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആളുകളാണെന്നത് ഉറപ്പിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകളുടെ രാവിലത്തെ സ്വഭാവം ജവാനാണ്. അതേ മേജർ ആയതുകൊണ്ട് അവർ ജവാനായിട്ട് മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിച്ചിട്ടില്ല. കപ്പലപകടം നടന്നിടത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കപ്പൽ മുങ്ങിയ ഇടം കണ്ടെത്തിയിരുന്നു. അവിടെ പോയി മത്സരം നടത്തുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ കണ്ട ഒരു കാര്യമാണ്, ഈ ആദ്യത്തെ കപ്പൽ മുങ്ങി അതിനകത്ത് അവശിഷ്ടങ്ങൾ പുറത്ത് വന്നപ്പോൾ തന്നെ ആ ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ലൊക്കേറ്റ് ചെയ്തു. അവിടേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന അറിയിപ്പ് നമ്മൾ കൊടുത്തിരുന്നു. വല ഉൾപ്പെടെ നശിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകാൻ സർക്കാർ ആലോചിക്കുന്നു. മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളെ കൈവിടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാന സർക്കാരിന് കൂട്ടുത്തരവാദിത്തം നഷ്ടമായെന്നും ആരോഗ്യമേഖല അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്നും VK ശ്രീകണ്ഠൻ MP. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാലക്കാട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഇപ്പോൾ അരക്ഷിതമായ അവസ്ഥയിലാണ്.
ആരോഗ്യമേഖല ഇത്രയധികം തകരാനും കുത്തഴിയാനും കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയാണെന്നും വി.കെ. ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. ആരോഗ്യമേഖലയിലെ കാതലായ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. ഈ മേഖലയിലെ അഴിമതി ചോദ്യം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. CPM നേരിട്ട് ഇടപെട്ടാണ് അഴിമതികൾക്ക് കളമൊരുക്കുന്നത്. പട്ടിണിയും പരിവട്ടവുമായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ സർക്കാർ അവർക്ക് നേരെ കൊഞ്ഞനം കുത്തുകയാണെന്നും വി.കെ. ശ്രീകണ്ഠൻ MP പറഞ്ഞു. ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നും ഇപ്പോഴത്തെ പല കാര്യങ്ങളും നമുക്ക് കാണുമ്പോൾ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നത്. പക്ഷെ വളരെ വിചിത്രമാണ്, മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ കേരളത്തിൽ ആരും മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ ധൈര്യപ്പെട്ടു വരുന്നില്ല. അപ്പൊ നമുക്ക് ആവശ്യമായ മരുന്ന് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിനാവശ്യമായ സഹായമോ സഹകരണമോ കേരളത്തിലെ വ്യവസായ വകുപ്പോ ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആരും ചെയ്യുന്നില്ല. എന്താ കാരണം? ഇത് ഒരു പകൽ കൊള്ള നടത്താനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ്. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ ആരോഗ്യമന്ത്രി V.C. കബീർ, KPCC ജനറൽ സെക്രട്ടറിമാരായ C. ചന്ദ്രൻ, K.A. തുളസി, മുൻ DCC പ്രസിഡന്റ് C.V. ബാലചന്ദ്രൻ, മുൻ MLA K.A. ചന്ദ്രൻ, KPCC സെക്രട്ടറി P.V. രാജേഷ്, UDF കൺവീനർ P. ബാലഗോപാലൻ, DCC ജനറൽ സെക്രട്ടറി V. രാമചന്ദ്രൻ, K.M. ഫെബിൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് FIRൽ വീഴ്ച ആരോപിച്ച് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആരോപണ വിധേയരായ അധ്യാപകരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് FIRൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയതെന്ന് KSU ആരോപിക്കുന്നു. ആശിർ നന്ദയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് KSU ആവശ്യം. ഈ ആവശ്യമുന്നയിച്ചാണ് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തെ തുടർന്ന് ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആശിർ നന്ദയുടെ മരണത്തെ തുടർന്ന് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട അധ്യാപകരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്ന് KSU നേതാക്കൾ ആരോപിച്ചു. നാട്ടുകൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുന്നില്ലെന്നും ഈ സാഹചര്യത്തിൽ പ്രത്യേക സംഘം അനിവാര്യമാണെന്നും KSU ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി നഗരപാത നരകപാതയാകുന്നതായി ആക്ഷേപം. തകർന്ന പാതയിൽ ബസ്സുകൾ തകരാറിലായി നിന്നതോടെ നഗരത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. അലക്സ് തിയേറ്ററിന് സമീപം KSRTC ബസ്സും കൽപ്പക ജംഗ്ഷന് സമീപം സ്വകാര്യ ബസ്സുമാണ് ബ്രേക്ക് ഡൗൺ ആയത്. ആംബുലൻസ് ഉൾപ്പെടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. റോഡ് തകർന്നതുമൂലം ആഴ്ചകളായി പട്ടാമ്പി നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ കുഴികളിൽ വീണുള്ള അപകടങ്ങൾ വേറെയും. ഇപ്പോൾ കൂനിന്മേൽ കുരുവെന്ന പോലെ പട്ടാമ്പിയിൽ 2 ബസ്സുകൾ കേടുവന്ന് റോഡിൽ നിന്നത് വലിയ ഗതാഗതക്കുരുക്കിന് ഇടയാക്കി. അലക്സ് തിയേറ്ററിന് സമീപം KSRTC ബസ്സും കൽപ്പക ജംഗ്ഷന് സമീപം സ്വകാര്യ ബസ്സുമാണ് ബ്രേക്ക് ഡൗണായി വഴിയിൽ നിന്നത്. ഇതോടെ പട്ടാമ്പി നഗരം സ്തംഭിച്ചു. മണിക്കൂറുകളോളമാണ് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. പാലക്കാട് റോഡിലും ഗുരുവായൂർ റോഡിലും കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായി. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ KSRTC ബസ് പാതയോരത്തേക്ക് മാറ്റിയിട്ടെങ്കിലും അപ്പോഴും നഗരം വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വാഹനഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചതോടെ വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും വലഞ്ഞു. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിൻ്റെ പേര് പറഞ്ഞ് നിലവിൽ തകർന്ന റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. മേലെ പട്ടാമ്പി മുതൽ കൂൾ സിറ്റി ജംഗ്ഷൻ വരെ വലിയ തകർച്ചയാണുള്ളത്. കുഴികളിൽ വീണ വാഹനങ്ങൾ കേടുവരുന്നതായും പരാതിയുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ഇടതു സർക്കാരിനെതിരെ പ്രതിഷേധ സമരവുമായി CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് ജോയിന്റ് കൗൺസിൽ നടത്തിയ മാർച്ചിൽ പങ്കെടുത്തത് നൂറുകണക്കിന് ജീവനക്കാർ. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. കേരളത്തിന്റെ നേട്ടങ്ങളിൽ ജീവനക്കാരുടെ പങ്ക് മറച്ചുപിടിക്കാനാവില്ലെന്നും ധനകാര്യമന്ത്രിയുടെ ശരീരഭാഷ ജീവനക്കാർക്കെതിരാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ ആരോപിച്ചു. ശമ്പള പരിഷ്കരണവും തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടാണ് ജോയിന്റ് കൗൺസിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ജനക്ഷേമകരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയത് ജീവനക്കാരുടെ സഹകരണത്തോടെയാണ്. രണ്ടാം പിണറായി സർക്കാരിലെ ധനകാര്യ വകുപ്പിൽ നിന്നുണ്ടാവുന്ന അനാവശ്യ നിയന്ത്രണങ്ങളും നിഷേധങ്ങളും അംഗീകരിക്കാനാവില്ല. ഒന്നാം ഇടതു സർക്കാരിൻ്റെ കാലത്ത് സമരങ്ങളിലേക്ക് തള്ളിവിടാതിരിക്കാനായി ധനവകുപ്പ് പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നാൽ രണ്ടാം ഇടതു സർക്കാരിലെ ധനവകുപ്പ് ജീവനക്കാരെ ശത്രുക്കളെപ്പോലെയാണ് കാണുന്നതെന്നും ജോയിന്റ് കൗൺസിൽ നേതാക്കൾ കുറ്റപ്പെടുത്തി. ആരോഗ്യരംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുവിതരണ രംഗത്തും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായ ഒരു കേരളമായി മാറിയതിനു പിന്നിൽ ഈ കേരളത്തിലെ സിവിൽ സർവീസിന്റെ പങ്കുണ്ട്. കേരളത്തിന്റെ സിവിൽ സർവീസിന്റെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് കേരളം ഈ ജൈത്രയാത്ര തുടരുന്നത്, ഈ ജനപക്ഷ നയങ്ങൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് അർഹമായ ശമ്പള പരിഷ്കരണം അത് 5 ആണ്ട് കൂടുമ്പോൾ നടപ്പിലാക്കുക എന്നത് ഒരു ബാധ്യതയായി കാണുവാൻ ഈ ഗവൺമെന്റിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കിയത്. എന്നാൽ അന്ന് തോമസ് ഐസക് ആയിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി. കേരളത്തിലെ ജീവനക്കാർക്ക് ഒരു സമരം ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായില്ല. അത് നമ്മൾക്കെല്ലാം നമ്മുടെ മനസ്സിലെല്ലാം ഓർമ്മയുണ്ട്. കൃത്യമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. അതിന്റെ കുടിശ്ശികകൾ 4 ഗഡുക്കളായി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ തരുമെന്ന് പറഞ്ഞു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ജില്ലാ മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് MS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A അംജദ് ഖാൻ, സമരസമിതി നേതാക്കളായ N സതീഷ് മോൻ, NN പ്രജിത, PK സന്തോഷ്, അബ്ദുൽ വഹാബ്, B പ്രമിത, S സ്വപ്ന, VS ബാബു, P കണ്ണൻ, ജയചന്ദ്രൻ, CA ഈജു, KV ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജൂലൈ 1 കരിദിനമായി ആചരിച്ചു. ട്രഷറികൾ കേന്ദ്രീകരിച്ച് KSSPA പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. ഷൊർണൂർ ട്രഷറിയിലേക്ക് അസോസിയേഷൻ നടത്തിയ മാർച്ച് ജില്ലാ ജോയിന്റ് സെക്രട്ടറി VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാത്ത സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരിദിനം ആചരിച്ചു. ട്രഷറികൾ കേന്ദ്രീകരിച്ച പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. ഷൊർണൂർ ട്രഷറിയിലേക്ക് നടത്തിയ മാർച്ചും തുടർന്ന് നടന്ന യോഗവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം മാത്രമല്ല, ഈ തുടർഭരണം ലഭിച്ച പിണറായി സർക്കാർ കേരളത്തിലെ പെൻഷൻകാർക്ക് ലഭിക്കേണ്ട 22% DAയിൽ ആകെ 5% DA മാത്രമാണ് നാളിതുവരെയായിട്ട് അനുവദിച്ചത്. 2021 എന്ത് പെൻഷൻ വാങ്ങിയിരുന്നോ ആ പെൻഷനിൽ തരിമ്പ് പോലും വാർത്തയില്ലാതെ അതേ പെൻഷൻ വാങ്ങുന്ന ഒരു ഗതികേട് ഇതിന് കേരളത്തിലെ സർവീസ് പെൻഷൻകാർ അനുഭവിച്ചുകൊണ്ടിരിക്കും. അസോസിയേഷൻ ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. G അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ശിവപ്രകാശൻ, KT വേണുഗോപാലൻ, P രാജഗോപാലൻ, PA മുംതാസ്, രാധാകൃഷ്ണദാസ്, TM പരമേശ്വരനുണ്ണി, KM പത്മകുമാർ, P വാസുദേവൻ, M കൃഷ്ണൻ, M ജയരാജൻ, രമണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് സർക്കാർ സാമ്പത്തിക ദാരിദ്ര്യം പാടി നടക്കുന്നതെന്ന് KSSPA സംസ്ഥാന സെക്രട്ടറി C ബാലൻ. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തതിലും കുടിശ്ശികകൾ അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം ഇന്ന് അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് കാരണം സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണെന്ന് C ബാലൻ കുറ്റപ്പെടുത്തി. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ അനുവദിക്കാതിരിക്കുന്നതിനുള്ള
തിരിച്ചടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. പെൻഷൻ പരിഷ്കരണം 1 വർഷത്തോളം വൈകിയിട്ടും മൗനം പാലിക്കുന്ന ഇടതു സംഘടനകൾ സർവീസ് മേഖലയ്ക്ക് ശാപമാണെന്നും സി ബാലൻ പറഞ്ഞു. ആ ജൂലൈ മാസം 1-ാം തീയതി അത് അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ സംഘടനകളും, ഇന്ത്യൻ യൂണിയൻ ഒഴികെ ബാക്കി എല്ലാ സംഘടനകളും സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ ഇതേപോലെയുള്ള ഒരു സമരം നടത്തുകയുണ്ടായി. 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷം കഴിഞ്ഞിട്ട് പോലും കേരളത്തിലെ ജീവനക്കാർക്കും പെൻഷൻ തട്ടിപ്പിരിഞ്ഞ ആളുകൾക്കും അവരുടെ പെൻഷനും ശമ്പളവും പരിഷ്കരിക്കുന്നതിനുള്ള കമ്മീഷനെ പോലും വെക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഈ ഒരു കമ്മീഷനെ വെച്ച് അത് പരിഷ്കരിക്കാനുള്ള നടപടി, പ്രാഥമികമായിട്ടുള്ള നടപടി പോലും നടത്താൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. സുഹൃത്തുക്കളെ, അതിനെതിരെയാണ് KSSPയെ മാത്രമല്ല KSSPയെ ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആന്റണി, പ്രഫുൽകുമാർ, ഫിലോമിന, സുവർണകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ ഔദാര്യമാണെന്ന മട്ടിലാണ് സർക്കാരിൻ്റെ നിലപാടെന്ന് NGO സംഘ് സംസ്ഥാന പ്രസിഡന്റ് ടി ദേവാനന്ദൻ. ആനുകൂല്യ നിഷേധത്തിനെതിരെ NGO സംഘ് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ടി ദേവാനന്ദ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം അവകാശങ്ങളെക്കുറിച്ച് ബോധം കാണിക്കുന്ന ഇടതു സംഘടനകൾ ജീവനക്കാരെ വഞ്ചിക്കുകയാണെന്നും ടി ദേവാനന്ദൻ ആരോപിച്ചു. ഒഴിവുകൾ നികത്താതെ അധിക ജോലി ചെയ്യിപ്പിക്കാനുള്ള തന്ത്രം മെനയുന്ന സർക്കാർ ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തിൻ്റെ പാപഭാരം ചുമക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ല. സ്വന്തം സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തവരായി ഇടതു സംഘടനകൾ മാറിയെന്നും ദേവാനന്ദൻ പറഞ്ഞു. ഉപവാസ സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കഴിഞ്ഞ കാലാകാലങ്ങളായിട്ട് 5 വർഷക്കാലം കൂടുമ്പോൾ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം പരിഷ്കരിക്കുക എന്നുള്ള ഒരു കാര്യം കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു വസ്തുതയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1958 ശങ്കരനാരായണ അയ്യർ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് കേരളത്തില് ഒരു ശമ്പള കമ്മീഷനെ നിശ്ചയിക്കുകയുണ്ടായി. ആ ശമ്പള കമ്മീഷൻ അത് ശമ്പളം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് മദ്രാസ് സംസ്ഥാനത്തെയും അതേപോലെ തന്നെ തിരുവഞ്ചി സംസ്ഥാനത്തെയും മലബാറിലെയൊക്കെ തന്നെ ജില്ലകളിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തെക്കുറിച്ച് അതിന്റെ തുല്യമാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തില് ഒരു കമ്മീഷനെ വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് 1965 NGO സംഘ് ജില്ലാ പ്രസിഡന്റ് CS റോസ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, K രാജേഷ്, മുരളി കോനാത്ത്, അശ്വതി, ശ്രീനിമാസ്റ്റർ, PK ബിജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഷ്ട്രീയ കുതന്ത്രങ്ങൾ നടത്തിയിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടിൽ UDF മുന്നിട്ട് നിന്നത് ജീവനക്കാർക്ക് സർക്കാരിനോടുള്ള അമർഷത്തിൻ്റെ പ്രതിഫലനമാണെന്ന് NGOയെ മുൻ ജനറൽ സെക്രട്ടറി S രവീന്ദ്രൻ. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് NGOയെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പുകളിൽ തോൽവി മാത്രമാവുമ്പോഴും ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറയാൻ CPMന് മാത്രമേ കഴിയൂവെന്നും രവീന്ദ്രൻ ചൂണ്ടിക്കാട്ടി. സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാനുള്ള രാഷ്ട്രീയ PR വർക്കാണ് സർക്കാരും CPMും നടത്തുന്നത്. സർക്കാരിൻ്റെ നെറുകേടുകൾ ജനം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുമെന്നതിൻ്റെ തെളിവാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ആശാവർക്കർമാരുൾപ്പെടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നിരന്തരം ദ്രോഹിക്കുകയാണ്. മരുന്ന് വാങ്ങാൻ ഡോക്ടർമാരും സ്കൂൾ ഭക്ഷണത്തിന് അധ്യാപകരും ഭിക്ഷയെടുക്കേണ്ട സ്ഥിതിയിൽ എത്തിച്ചതാണ് സർക്കാർ നേട്ടം. ജീവനക്കാരെ അവഗണിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നും രവീന്ദ്രൻ പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരക്ഷരം മുറിയാടുവാൻ ഈ പരന്ന വായനക്കാരന് കഴിഞ്ഞില്ല, പ്രതികരിക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. മാസങ്ങളായി ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം 332 രൂപ ദിവസ വേതനം മാത്രമുള്ള വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആ സഹോദരിമാരുടെ കണ്ണീരൊക്കുവാൻ, അവരുടെ കണ്ണീര് കാണുവാൻ ഒരു 50 രൂപ പോലും ദിവസക്കൂലി വർദ്ധിപ്പിക്കുവാൻ കഴിയാത്ത ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ്, ചിന്താശേഷി ഇന്നത്തെ ഭരണകൂടത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. സിവിൽ മേഖലാ പ്രസിഡന്റ് തങ്കരാജ് അധ്യക്ഷത വഹിച്ചു. B സുനിൽകുമാർ, C ബാലൻ, V സതീഷ് കുമാർ, N ജോയി, S ശിവകുമാർ,
സുജേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്നവർക്ക് സ്വന്തം വികസനത്തിൽ മാത്രമാണ് താൽപ്പര്യമെന്ന് പെൻഷൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ജയപ്രകാശ്. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പെൻഷനേഴ്സ് സംഘ് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരത്തിനു വേണ്ടി മാത്രം തൊഴിലാളി വർഗത്തെയും ജീവനക്കാരെയും കൂട്ടുപിടിക്കുന്നവരാണ് CPM എന്നും ജയപ്രകാശ് ആരോപിച്ചു. ഖജനാവ് കൊള്ളയടിച്ച് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചത് സർക്കാരാണ്. പ്രളയ ദുരന്ത നിവാരണത്തിനായി ജീവനക്കാരും പെൻഷൻകാരും സാധാരണക്കാരും കൊടുത്ത സംഭാവന പോലും സർക്കാർ ധൂർത്തടിച്ചു. അവകാശങ്ങൾക്കായി പോരാടുന്നവരെ അവഗണിച്ചും അടിച്ചമർത്തിയും മുന്നോട്ടു പോകാമെന്ന ധാർഷ്ട്യത്തിന് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും ജയപ്രകാശ് പറഞ്ഞു. 5 വർഷത്തിൽ തത്വത്തിലൊരിക്കൽ അംഗീകരിക്കുകയും ചില മാസങ്ങൾ കടന്നുകൊണ്ട് പോവുകയും അങ്ങനെ നമുക്ക് ചില കുറവുകൾ സംഭവിക്കുന്നത് ചരിത്രമാണ്. എങ്കിലും കേരളത്തിൽ ആദ്യമായി 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കി അല്ലെങ്കിൽ അവർ ചിന്തയിൽ വച്ചിരിക്കുന്നത്. ഏറ്റവും ആക്ഷേപകരമെന്ന് പറയുന്നത്, ഏറ്റവും പ്രതിഷേധകരമെന്ന് പറയുന്നത് കേരളത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലന്മാരാണ്. ഇടതുപക്ഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്നും കേരളത്തിൽ മുദ്രാവാക്യവും സമരവുമെല്ലാം നടത്തിയിട്ടുള്ളത്. 2022 ജൂലൈ മുതലുള്ള ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പ് പദ്ധതി അപാകതയില്ലാതെ നടപ്പാക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പെൻഷൻ സംഘ് ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, NTU സംസ്ഥാന സെക്രട്ടറി A. ശ്രീനി മാസ്റ്റർ, NGO സംഘ് ജില്ലാ പ്രസിഡന്റ് റോസ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി MK വാസുദേവൻ സ്വാഗതവും ട്രഷറർ R. ഗിരിപ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി പുതുശ്ശേരി പുതുപ്പാടം മുസ്ലിം പള്ളിക്ക് സമീപം ചുമർ ദേഹത്ത് വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പുതുപ്പാടം ഓങ്ങനാട്ടുതൊടി വീട്ടിൽ മുഹമ്മദിന്റെ ഭാര്യ 52 വയസ്സുള്ള ആമിനയാണ് മരിച്ചത്. ഭർത്താവും ആമിനയും കൂടി ആടിനെ പുല്ല് ശേഖരിക്കാനായി എത്തിയതായിരുന്നു. ഉപയോഗശൂന്യമായ വീടിന്റെ പിൻഭാഗത്തുള്ള ചുമരിൽ ഉള്ള കാട്ടുവള്ളി വലിക്കുന്നതിനിടയിൽ ചുമറിടിഞ്ഞ് ഇവരുടെ ദേഹത്ത് വീഴുകയായിരുന്നു. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈ അവരുടെ മേല് ആ ബിൽഡിങ്ങിനുള്ള ആ കഷ്ണം വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ആൾക്കാരൊക്കെ വന്ന് മാറ്റി അങ്ങനെ കൊണ്ടുപോയി ചെയ്തു. ഭർത്താവ് സമീപത്ത് തന്നെ പുല്ല് വെട്ടുന്നുണ്ടായിരുന്നു. ഭർത്താവ് മുഹമ്മദ് ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഉടനെ ഓട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ വീണ്ടും കഞ്ചാവ് കണ്ടെത്തി. 2.5 കിലോഗ്രാമിലേറെ കഞ്ചാവാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 12:30 ഷൊർണൂർ ജംഗ്ഷനിലെത്തിയ താമ്പരം മംഗലാപുരം ട്രെയിനിലാണ് 2 കിലോ 600 ഗ്രാം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. പാലക്കാട് റെയിൽവേ DYSP M. ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ റെയിൽവേ ഇൻസ്പെക്ടർ PV രമേഷിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഷൊർണൂർ പോലീസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പരിശോധനയുണ്ടെന്നറിഞ്ഞ പ്രതി കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവാമെന്നും പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. ഏകദേശം 1 മാസത്തോളമായിട്ട് ട്രെയിനിൽ കഞ്ചാവ് കടത്ത് ഇഷ്ടംപോലെ വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് റെയിൽവേ പോലീസിൻ്റെ ഡാൻസപ്പ് ടീമും RPFന്റെ CIB ടീമും ഷൊർണൂർ റെയിൽവേ പോലീസും ചേർന്നുള്ള പരിശോധനയിൽ ഇന്ന് താമ്പരത്ത് നിന്ന് മംഗലാപുരം പോകുന്ന ട്രെയിനിൽ ഇന്ന് ഉച്ചയ്ക്ക് 2.5 കിലോളം കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി. ഓരോ ദിവസവും ഇത് കണ്ടമാനം വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു ക്വാണ്ടിറ്റി ആയാലും അത് സമൂഹത്തിൽ എത്തുന്നതിന് തടയിടാനായിട്ട് ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രതി പലപ്പോഴും ആ വണ്ടിക്കകത്ത് ഒളിച്ചിരിക്കാറാണ് പതിവ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ളത്. ആ ബാഗ് ആരാന്ന് ചോദിച്ചാൽ ആരാം റെസ്പോണ്ട് ചെയ്യാനുള്ളത്. അതാണ് നമുക്ക് പ്രതികളിലേക്ക് എത്താനുള്ളത്. പക്ഷെ നമ്മൾ മാക്സിമം പ്രതിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന വൻ സംഘങ്ങളെ പിടികൂടുന്നതിനുമുള്ള പരിശോധന ശക്തമാക്കുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
തൃശൂരിൽ അധ്യാപകൻ തൂങ്ങി മരിച്ച നിലയിൽ. തൃശൂർ വിവേകോദയം സ്കൂളിലെ അധ്യാപകൻ 40 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അറിയപ്പെടുന്ന സംഗീതജ്ഞൻ കൂടിയാണ് അനൂപ്. കേന്ദ്ര സർക്കാർ കേരള ജനതയുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ. കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പ്രൊജക്ട് എംപ്ലോയീസ് യൂണിയൻ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ടി കെ അച്യുതൻ. 60% കേന്ദ്രവിഹിതത്തോടെ പ്രവർത്തിക്കുന്ന സർവശിക്ഷ അഭിയാൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ തകർക്കുകയാണെന്ന് ടി കെ അച്യുതൻ ആരോപിച്ചു. കേന്ദ്ര നയം നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. മാസങ്ങളായി സർവശിക്ഷ അഭിയാനിൽ പ്രവർത്തിക്കുന്നവർക്ക് വേതനമില്ല. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കേണ്ടത് വികസന കാര്യങ്ങളോടല്ലെന്നും ടി കെ അച്യുതൻ പറഞ്ഞു. ആവശ്യാധിഷ്ഠിതമായ മിനിമം വേതനം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. എന്നാൽ രാഷ്ട്രീയ പരീക്ഷണശാലയായി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി ഈ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യവും നൽകാൻ ഫണ്ട് കൊടുക്കുന്നില്ല. 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുമാണ് ഇതിലേക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റ് 40% ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നു. അതിന്റെ ആവശ്യകത മനസ്സിലാക്കി വീണ്ടും വീണ്ടും നൽകുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട 60% ഫണ്ട് ഈ സമഗ്ര ശിക്ഷ കേരളത്തിൽ മാത്രം 1800 കോടി രൂപയുടെ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. KSCPEU ജില്ലാ പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ സെക്രട്ടറി K അജില, KSCPEU ജില്ലാ സെക്രട്ടറി സ്റ്റെനി ജിതിൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും വികസനവുമായി ഇടതു സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇച്ഛാശക്തി കൊണ്ടാണെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU പാലക്കാട് 5 വിളക്കിനു സമീപം നടത്തിയ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K ബിനുമോൾ. കേരളത്തിന്റെ ജനകീയ ആവശ്യങ്ങളോട് കേന്ദ്ര സർക്കാർ മുഖം തിരിക്കുകയാണ്. നിർമ്മാണ മേഖലയുൾപ്പെടെയുള്ള മേഖലകളിൽ കുത്തകകളുടെ താൽപ്പര്യം മാത്രം സംരക്ഷിക്കുന്നതിലൂടെ തൊഴിലില്ലായ്മ രൂക്ഷമായി. നികുതി ഇനത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട തുക പോലും വെട്ടിക്കുറച്ചു. ചെറുകിട വ്യവസായ സംരംഭങ്ങളെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണെന്നും K ബിനുമോൾ ആരോപിച്ചു. കേരളത്തിന് അനുയോജ്യമല്ലാത്ത പദ്ധതികൾ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം നടപ്പാവില്ലെന്നും ബിനുമോൾ പറഞ്ഞു. കൃത്യമായിട്ടും പറയും എത്രയാണ് നിങ്ങളുടെ വേതനം, അല്ലേ? പുരുഷന് കൊടുക്കുന്ന വേതനം എത്ര, സ്ത്രീക്ക് കൊടുക്കുന്ന വേതനം എത്ര? അധ്വാനത്തിന്റെ ഭാരം പരിശോധിച്ചാലോ? അധ്വാനത്തിന്റെ ഭാരം നേരത്തെ പറഞ്ഞ പോലെയാണ്. രാവിലെ എഴുത്ത് വീട്ടിലെല്ലാം പണിയും ചെയ്തു വെച്ചാണ് നമ്മുടെ തൊഴിലിടങ്ങളിൽ നമുക്കെത്താൻ. തൊഴിലിടങ്ങളിലെത്തിയാലോ രാവിലത്തെ ആദ്യത്തെ പണി തുടങ്ങുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിൽ സ്ത്രീകളാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംശയമുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും? എനിക്ക് സംശയമില്ല. ഞാൻ കാണാറുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ വീട്ടിൽ വന്ന് പണിയെടുക്കുമ്പോൾ ആദ്യം അവർ ഇന്നലെ കെട്ടി വെച്ചു പോയ എന്ത് സംഗതിയാണോ അതിൽ വെള്ളം ഒഴിക്കൽ മുതൽ അവരുടെ പണി ആരംഭിക്കും. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CG ഗീത അധ്യക്ഷത വഹിച്ചു. പഴനി, അംബുജം, ഹരിദാസ്, സുകുമാരൻ, അച്യുതൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 3 റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. റോഡുകളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മമ്മുള്ളിക്കുന്ന് വടക്കുംപാടം റോഡ്, കോഴിച്ചുണ്ട റോഡ്, പടിഞ്ഞാർ കർക്കര മുളങ്കാട് കുണ്ട് റോഡ് എന്നീ 3 റോഡുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. മനസ്സുകൊണ്ട് നമ്മുടെ നാടിനും ഈ പ്രദേശത്തിനുമൊക്കെ ഭാവിയിൽ അതൊരു ഗുണമാകും. ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതിയിൽ മാറ്റം വരും. അതെല്ലാം നമ്മൾ കാണുകയാണ് ഇപ്പോൾ. അപ്പം അത് നേരത്തെ കൂട്ടി മനസ്സിൽ ഓർത്ത് അദ്ദേഹം സുമനസ്സുകൊണ്ട് നമുക്ക് വിട്ടുതരികയാണ് സ്ഥലം. ഇന്നത്തെ കാലത്ത് ഒരു തുണ്ട് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കങ്ങളും വഴക്കും ഏറ്റവും അവസാനം കൊലപാതകത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും കാണുകയാണ്. അപ്പോഴാണ് ശ്രീ കബീർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം
അദ്ദേഹത്തിന്റെ സ്ഥലം നമുക്ക് വേണ്ടി വിട്ടുതന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ എം ഉണ്ണികൃഷ്ണൻ, വി എം അൻവർ സാദിഖ്, പി സി സുമ, എ ഷിഹാബ്, പ്രീത, ഷഫീന, ലക്കിടി പെരൂർ പഞ്ചായത്ത് അംഗം അനിൽകുമാർ, ശാന്തകുമാരി, ഒ എം മുരളി, എം കെ മനോജ്, വി മോഹനൻ, ജോൺസൺ എന്നിവർ സംസാരിച്ചു. മമ്മുള്ളിക്കുന്ന് റോഡിനായി സ്ഥലം വിട്ടു നൽകിയ മണ്ണൂർ സ്വദേശി അഹമ്മദ് കബീറിനെ MLA ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി പഴയ കോൺഗ്രസ് ഓഫീസ് ആർക്ക് വിധി പ്രതീക്ഷിച്ച് പ്രവർത്തകർ. മുൻ മണ്ഡലം പ്രസിഡന്റ് CPM-ലേക്ക് മാറിയതിനെ തുടർന്ന് കോൺഗ്രസ് ഓഫീസിനെ ചുമപ്പ് പെയിന്റ് അടിക്കാനുള്ള ശ്രമത്തിൽ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിൽ പാർട്ടി പോലീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. പോലീസ് കാവലിലാണ് നിലവിൽ പാർട്ടി ഓഫീസ് കോൺഗ്രസിനോ CPM-നോ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെച്ച് CPM-ലേക്ക് മാറിയതിനെ തുടർന്ന് തർക്കത്തിലായ കോൺഗ്രസ് മണ്ഡലം ഓഫീസ് കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചിട്ടിട്ട് ആഴ്ചകളായി. കോട്ടായി പഞ്ചായത്ത് ഓഫീസിന് എതിർദിശയിലുള്ള സ്വകാര്യ വാടക കെട്ടിടത്തിൽ 70 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് അടച്ചിട്ട് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. CPM-ലേക്ക് മാറിയ മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ ഓഫീസ് ചുവപ്പ് പെയിന്റ് അടിച്ച് CPM ഓഫീസാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്ത് കോൺഗ്രസുകാരും രംഗത്ത് വന്നതോടെയാണ് പ്രശ്നം ഉടലെടുത്തത്. ഒത്തുതീർപ്പിന് RDOയെ ചുമതലപ്പെടുത്തിയെങ്കിലും മോഹൻകുമാർ ഇഞ്ചക്ഷൻ ഓർഡർ ഹാജരാക്കിയതിനാൽ കേസ് ആലത്തൂർ മുൻസിഫ് കോടതിയിലെത്തി. കോടതിയിൽ നിന്നും കമ്മീഷൻ എത്തി തെളിവെടുപ്പും നടത്തി. ഉത്തരവ് ലഭിക്കും വരെ ഓഫീസ് അടച്ചിടാൻ പോലീസിന് നിർദ്ദേശം നൽകി. ആഴ്ചകൾ കഴിഞ്ഞിട്ടും തർക്കപരിഹാര ഉത്തരവൊന്നും ലഭിക്കാത്തതിനാൽ അടച്ചിട്ട ഓഫീസ് ആഴ്ചകളായി പോലീസ് കാവലിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും ചെറുതുരുത്തി നീളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU സ്റ്റേറ്റ് കമ്മിറ്റി അംഗം VK ഹാരിഫാബി ഉദ്ഘാടനം ചെയ്തു. അറിവുകൊണ്ട് എല്ലാ സംഘടനകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഈ KSSPU അന്ന് രൂപീകൃതമായി. ഇന്നും അത് എത്രയൊക്കെ സംഘടനകൾ വീണ്ടും മുളച്ചു പൊന്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ സംഘടന തളരാതെ, അതിൻ്റെ ശക്തി ഒട്ടും കുറയാതെ ഓരോ വർഷവും അത് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? മറ്റ് സംഘടനകളിൽ പോയ ആളുകൾ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കൂടി ഒരു സംഘടന ഉണ്ടാക്കി വളരെ ശക്തമായ പ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ചില രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു സംഘടന രൂപീകരിച്ചാൽ അത് ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവോടുകൂടി പലരും പല സംഘടനകളും രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് TK വേണുഗോപാൽ കൺവെൻഷൻ പതാക ഉയർത്തുകയും തുടർന്ന് നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PK ഗോവിന്ദൻ നവാഗതരെ പരിചയപ്പെടുത്തൽ നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് K വിജയരാഘവ പണിക്കർ നവാഗതരെ സ്വീകരിക്കൽ ചടങ്ങ് നടത്തി. യൂണിറ്റ് ട്രഷറർ K സുരേന്ദ്രൻ, മറ്റു നേതാക്കളായ P പരമേശ്വരൻ, P ഗോവിന്ദൻകുട്ടി, TU പ്രസന്ന, TV ശങ്കരൻകുട്ടി, NK ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി SM മുഹമ്മദ് ജാഫർ സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി അംഗം MK അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായിയിൽ വൈദ്യുതി ലൈനിലേക്ക് പ്രധാന പാതയോരത്തെ മരം പൊട്ടി വീണു. കോട്ടായി ഓടന്നൂർ മേജർ റോഡിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. നാട്ടുകാർ വൈദ്യുതി വകുപ്പിനെ അറിയിക്കുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവായി. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണക്കാല പൂക്കൃഷിക്ക് തുടക്കമായി. തൈനടിയിൽ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഏതാണ്ട് 200-ലധികം തൈകളാണ് ഇവിടെ അവർ പരിപാലിക്കാൻ വേണ്ടി പോകുന്നത്. ഓണമാകുമ്പോഴേക്കും ചെണ്ടുമല്ലി പൂവാണ് അവർ ഉദ്ദേശിക്കുന്നത്. നഗരസഭയിൽ തന്നെ വെച്ചുകൊണ്ടാണ് അവരിതിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നഗരസഭയിലെ ജീവനക്കാർക്കും അതുപോലെ മറ്റുള്ളവർക്കുമെല്ലാം ഇതിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ആളുകൾ, പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. നഗരസഭാ പരിസരത്ത് പുതുതായി നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്കിന് സമീപത്തായാണ് ചൊവ്വാഴ്ച രാവിലെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. 200ഓളം ചെണ്ടുമല്ലി തൈകളാണ് ഗ്രോ ബാഗുകളിലാക്കി ഇവിടെ കൃഷി ചെയ്യുന്നത്. വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ മേൽനോട്ടത്തിലാണ് ചെണ്ടുമല്ലി കൃഷി പരിപാലനം. ഓണവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഓണക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് ചെണ്ടുമല്ലിപ്പൂക്കൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ VC സിന്ധു അധ്യക്ഷത വഹിച്ചു.
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ, കെ എം ലക്ഷ്മണൻ, കൗൺസിലർമാരായ കെ എസ് ശോഭന, ടി ലത, CC ഉഷാദേവി, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ KC അശോക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗുരുവായൂർ ദേവസ്വത്തിലെ 36 ആനകൾക്ക് ഇനി 1 മാസം സുഖചികിത്സ. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായാണ് സുഖചികിത്സ നടത്തുന്നത്. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കുന്നത്തൂരിലെ ആനക്കോട്ടയിലേക്ക് അഥവാ ആനത്താവളത്തിലേക്ക് ഗുരുവായൂർ ദേവസ്വം അതിൻ്റെ ആനകളെ കുടിയിരുത്തപ്പെട്ടതിൻ്റെ 50ാമത് വാർഷികം കൂടി ആഘോഷിക്കുന്ന ഒരു സമയമാണ്. ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ ജനിച്ച് 1 വയസ്സാകുന്നതിന് മുമ്പ് ആനകൾ ഇങ്ങോട്ട് മാറുന്ന ഔപചാരികമായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇത്തവണത്തെ ആനയൂട്ടിൽ വരുന്നതിൻ്റെ ഒരു പ്രത്യേകത അതുകൂടിയാണ്. സാധാരണ കർക്കിടം ആരംഭിക്കുന്നതിന് മുമ്പ് ഗുരുവായൂർ ദേവസ്വം ആനയുടെ സുഖചികിത്സ ആരംഭിക്കും. ആന ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ TS രാജീവ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സുഖചികിത്സ. ലോക വെറ്റിനറി ഭൂപടത്തിൽ ഇടം പിടിച്ച ചികിത്സാക്രമമാണ് ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സയിലുള്ളത്. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടി ശാസ്ത്രീയമായി തയ്യാറാക്കിയ സമീകൃത ആഹാരം പ്രത്യേക ചിട്ടയോടെ നൽകുന്നതാണ് ദേവസ്വം ഗജസുഖ ചികിത്സാക്രമത്തിൻ്റെ പ്രധാന സവിശേഷത. 36 ആനകളുടെ സുഖചികിത്സയ്ക്കായി 12.5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് ഭരണസമിതി അംഗീകരിച്ചിട്ടുള്ളത്. അരി 3240 കിലോഗ്രാം, ചെറുപയർ 1080 കിലോഗ്രാം, റാഗി 1080 കിലോഗ്രാം, മഞ്ഞൾപ്പൊടി 108 കിലോഗ്രാം, അഷ്ടചൂർണം 108 കിലോഗ്രാം, ചവനപ്രാശം 270 കിലോഗ്രാം, ധാതുലവണം, വിരമരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുക. സുഖചികിത്സയ്ക്ക് മുന്നോടിയായി വിരനിർമ്മാർജ്ജനത്തിനായുള്ള മരുന്നുകളും നൽകും. പ്രത്യേക ആയുർവേദ ക്രമവും പിന്തുടരും. ആനകളുടെ ആരോഗ്യനിലയും ശരീരശാസ്ത്രവും മനസ്സിലാക്കിയാവും ചികിത്സാക്രമം നിശ്ചയിക്കുക. വിശദമായ തേച്ചുകുളി, മരുന്നുകളടങ്ങുന്ന ആഹാരക്രമം, വ്യായാമം എന്നിവ ചികിത്സയുടെ ഭാഗമാണ്. ഓരോ ആനയുടെയും പ്രത്യേകത മനസ്സിലാക്കി വിദഗ്ധ സമിതിയാണ് ആഹാരക്രമം തീരുമാനിക്കുന്നത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് താലൂക്ക് NSS യൂണിയന്റെയും ലയൺസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഒലവക്കോട് NSS കരയോഗ ഹാളിലായിരുന്നു ക്യാമ്പ്. NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പാലക്കാട് പാം സിറ്റി പ്രസിഡന്റ് R ബാബു സുരേഷ് അധ്യക്ഷത വഹിച്ചു. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി പ്രദീപ് മേനോൻ, ലയൺസ് ക്ലബ്ബ് പാലക്കാട് പാം സിറ്റി ട്രഷറർ T മനോജ് കുമാർ, NSS യൂണിയൻ ഭരണസമിതി അംഗം C വിപിനചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. വളരെ സഹായഹസ്തവുമായി പാലക്കാട് മൊത്തം നമുക്ക് സേവനമനുഷ്ഠിച്ചു വരുന്ന അഹല്യ ആസ്പത്രിയിൽ ഇങ്ങനെ 3 പേരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു ത്രിവേണി സംഗമം പോലെ ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന നമ്മുടെ ഈ മൂവർണ്ണ ആൾക്കാർക്ക് നമ്മുടെ എല്ലാവരുടെ പേരിലും ആദ്യമായ അഭിനന്ദനങ്ങളും ഹൃദയാശംസകളും ആദ്യമായി നേരുകയാണ്. NSS ഭാരവാഹികൾ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ വൈദ്യുതി വാരാഘോഷത്തിന്റെ ഭാഗമായി കോട്ടായി ചമ്പ്രക്കുളം സ്കൂളിൽ വൈദ്യുതി ഉപഭോഗ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോട്ടായി ഇലക്ട്രിക് ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ M വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ശിവദാസ് ക്ലാസ് എടുത്തു. അധ്യാപകരായ ശരണ്യ കൃഷ്ണൻ, PS സുനിത എന്നിവർ സംസാരിച്ചു. മുള്ളൂർക്കര ഗവൺമെന്റ് LP സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്തെ ഉദ്ഘാടനം ചെയ്തു. PTA, MPTA, SMC സ്റ്റാഫ്, രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ പ്ലക്കാർഡ് പിടിച്ച് മുള്ളൂർക്കര ടൗണിലെത്തി. തുടർന്ന് ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് ഗാനം ആലപിച്ച് നൃത്തം ചെയ്യുകയും ചെയ്തു.
PTA പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വടക്കഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസർ പ്രശാന്ത് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ലഹരിക്ക് അടിമപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. എല്ലാ കലാലയങ്ങളിലും ഇവരുടെ നീരാളിപ്പിടുത്തത്തിന്റെ കൈകളിലാണ്. അത് നമുക്ക് വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രയത്നിക്കണം. അത് നമ്മൾ മാത്രം ഈ സ്കൂളിലെ കുട്ടികളോ സ്കൂളിലെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ടീച്ചർമാരോ മാത്രം പ്രയത്നിച്ചാൽ മാത്രം പോരാ. നമ്മുടെ നാടും അതിനായിട്ട് ഉണരണം. നമ്മൾ എന്തും കാരണം നമ്മുടെ സ്കൂളിലെ പരിസരത്ത് ആരെങ്കിലും അതിന് തിരിഞ്ഞ് നടക്കണമെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. സേ നോ ടു ഡ്രഗ് മെസ്സേജ് പതിപ്പിച്ച സ്റ്റിക്കറുകൾ സമീപപ്രദേശത്തെ കടകളിൽ പതിക്കുകയും കയ്യൊപ്പ് പതിപ്പിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രശാന്ത്, SMC ചെയർമാൻ അബ്ദുൾ ഹക്കീം, HM രജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ഖിലാഫത്ത് ദീന യോഗവും ബോധവൽക്കരണ ക്ലാസും നടന്നു. ചേലക്കര പ്രാദേശിക പ്രസിഡന്റും തൃശൂർ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് അമീറുമായ M. സുബൈർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. 1908 പഞ്ചാബിലുള്ള ഖാദിയാനിൽ വെച്ച് ഇമാം മഹ്ദി മിർസോ ഗുലാം അഹമ്മദിൻ്റെ വിയോഗാനന്തരം സ്ഥാപിതമായി ഇന്നേക്ക് 117 വർഷം പൂർത്തിയായതും ലോകത്തിലുടനീളമുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും 5ാമത്തെ ഖലീഫ മിർസോ മസ്റൂർ അഹമ്മദിൻ്റെ കീഴിൽ ഖിലാഫിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതുമായ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വ്യാപിച്ചു കിടക്കുന്ന 217 രാജ്യങ്ങളിലെ എല്ലായിടത്തും വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ സംഘടിപ്പിച്ചതുപോലെ ഖിലാഫത്ത് ദിനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വല്ലങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ശിക്ഷണ വിഭാഗം സെക്രട്ടറി അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. മൗലവി ഗുലാം അഹമ്മദ് ആളൂർ, മൗലവി മുഹമ്മദ് സലീം, ഇർഷാദ് അഹമ്മദ്, ആസിഫ് സലീം, മസ്തൂർ അഹമ്മദ്, റമീസ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. അവർ ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മവെക്കണം. എന്തെങ്കിലും കാര്യം ഓർമ്മവെക്കുന്നതിന് വർഷത്തിൽ പ്രത്യേകമായ ഒരു ദിവസം ആചരിക്കുക എന്നത് മുൻകാല സമൂഹങ്ങളിലെ പതിവാണ്. ഞാൻ ഉപദേശിക്കുകയാണ്, വർഷത്തിൽ ഒരു ദിവസം ഖിലാഫത്ത് ദിനമായി ആചരിക്കണം. ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനത്തിൽ നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം തങ്ങളുടെ പഴയകാല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത ക്ലബിന്റെ ഉദ്ഘാടനവും അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ ക്ലാസും നടന്നു. യോഗാചാര്യൻ രഞ്ജിത്ത് R. നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക N. ഇന്ദുകല അധ്യക്ഷത വഹിച്ചു. S. ഉപേന്ദ്രൻ, OM രജനി, ES. ശ്രീത, S. ശ്രീദേവി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്കൃത സ്കോളർഷിപ്പ് നേടിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഐക്യമാണ് യോഗ സൂചിപ്പിക്കുന്നത്. ഐക്യം, നമ്മുടെ എല്ലാവരെയും മനസ്സിലെത്തുന്ന ഐക്യമാണ് യോഗ. എല്ലാവരും കൈകൾ കൂപ്പി നിവർന്നിരിക്കും. ഇരിക്കുന്നവർ തിരുന്നോളും. കൈകൾ ചേർത്തിരിക്കും. നമസ്കാരം മുദ്രയിലിരിക്കും. മനസ്സ് ശാന്തമാകട്ടെ. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. സംഗച്ഛത്വം സമ്പദത്വം സംഭൂമനാംസി ജാനതാം ദേവാഭഗം യഥാപൂർവി സംജാനാനുപാസതേ. ഓം ശാന്തി ശാന്തി ശാന്തി. മാറ്റൊലി. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ബർമിംഗ്ഹാമിൽ ആരംഭിക്കുകയാണ്. 1ാം ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ബൗളിംഗ് നിരയുടെ മോശം പ്രകടനമാണ് തോൽവിക്ക് കാരണമായത്. 2ാം ടെസ്റ്റിൽ ഇന്ത്യൻ യുവനിര തിരിച്ചടിക്കുമോ? മാറ്റൊലിയിലേക്ക്. ഈ ഇന്ത്യയുടെ കഴിഞ്ഞ പരാജയം ഭാഗ്യനിർഭാഗ്യങ്ങളുടെ ഒരു തുകയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ക്യാപ്റ്റൻ ശുഭ്മാൻ ആവട്ടെ, ഋഷഭ്, ജയ്സ്വാൾ, അവർ രാഹുലുണ്ട്, സായി സുദർശൻ, അഭിമന്യു, പിന്നെ കരുൺ നായരുണ്ട്, നിതീഷ് ഉണ്ട്, ജഡേജയുണ്ട്, പിന്നെ താക്കൂർ, നമുക്ക് ബുംറ തുടങ്ങിയിട്ടുള്ള നല്ല കളിക്കാരുടെ നിര യുവനിരയിൽ ഇപ്പോൾ ഇന്ത്യക്ക് തിളങ്ങാനുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ എന്തായാലും ഇതൊരു വാശിയോടുകൂടി തന്നെ യുവനിര ഏറ്റെടുക്കും. ഈ ഇംഗ്ലണ്ടിനെ ഇന്ത്യ ഈ മത്സരത്തിൽ ബുംറാഹിന്റെ മത്സരത്തിൽ പരാജയപ്പെടുത്തുക ചെയ്യുന്നുള്ളത് ഈ ക്യാപ്റ്റൻ അടക്കമുള്ള യുവനിരയുടെ കഴിഞ്ഞകാല പ്രകടനത്തിൽ നിന്നുകൂടി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇന്ത്യ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുണ്ടാ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. ഗുണ്ടയ്ക്ക് പകരം ജവാൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് മന്ത്രി. അവർ തനിക്കെതിരെ വന്നത് മദ്യപിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും മന്ത്രി. സംസ്ഥാന സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടമായെന്നും ആരോഗ്യമേഖല അഴിമതിയുടെ കൂത്തരങ്ങായെന്നും VK ശ്രീകണ്ഠൻ MP.
സർക്കാർ ആശുപത്രികൾ വെറും നോക്കുകുത്തികളായി. സ്വകാര്യ ആശുപത്രി ലോബിയും സംസ്ഥാന സർക്കാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്നും വി.കെ. ശ്രീകണ്ഠൻ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മെഡിക്കൽ കോളേജിന് മുന്നിൽ കോൺഗ്രസ് ധർണ. ആശിർ നന്ദയുടെ മരണം. നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. FIR-ൽ ഗുരുതര വീഴ്ചയെന്ന് KSU നേതാക്കൾ. വിദ്യാർത്ഥിനിയുടെ മരണം സംബന്ധിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യം. സംസ്ഥാന സർക്കാരിനെതിരെ സമരങ്ങളുമായി പാലക്കാട് നഗരം. പ്രതിഷേധ സമരവുമായി CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും. കരിദിനം ആചരിച്ച് പെൻഷനേഴ്സ് അസോസിയേഷൻ. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട NGOയെ ആനുകൂല്യ നിഷേധം ആരോപിച്ച് NGO പെൻഷനേഴ്സ് സംഘ് പ്രതിഷേധം. കേന്ദ്ര സർക്കാർ കേരള ജനതയുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പ്രൊജക്ട് എംപ്ലോയീസ് യൂണിയൻ ധർണ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും വികസനവുമായി ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇച്ഛാശക്തി കൊണ്ടെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനിമോൾ. 5 വിളക്കിന് സമീപം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU വനിതാ സംഗമം. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് ഇനി സുഖചികിത്സാക്കാലം. ചികിത്സ ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്. ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സയിലുള്ളത് ലോക വെറ്ററിനറി ഭൂപടത്തിൽ ഇടം പിടിച്ച ചികിത്സാക്രമം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.